ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്. എ ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് അറ്റ് 30 ഡിഗ്രി വിത്ത് എ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.25 ടെസ്ല experiences a torque of magnitude equal to 4.5 into 10 raised to minus 2 joule. What is the magnitude of magnetic moment of the magnet? അതായത് കുറേയേറെ ടോപ്പിക്കുകൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് വന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണെങ്കിൽ 3ാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു ബാർ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണിതെന്ന് കരുതുക. ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നു. വെച്ചിരിക്കുന്ന മാഗ്നറ്റിൻ്റെ പ്രത്യേകത ഇതിനിടയിൽ ഇതിൻ്റെ ആക്സിസുമായിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇതാണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. അതുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആംഗിൾ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ദെൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു 0.25 ടെസ്ല. ഇനി ടോർക്ക് തന്നിട്ടുണ്ട്. ടോ ഈസ് ഈക്വൽ ടു 4.5 into 10 raised to minus 2 joule. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. എം ക്രോസ് ബി എന്നാണ് ഇക്വേഷൻ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. എ ക്രോസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം എം ബി സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നതിനകത്തുനിന്ന് ടോ അറിയാം, ബി അറിയാം, തീറ്റ അറിയാം. ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എം എങ്ങനെ കണ്ടുപിടിക്കാം? എം ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ബി സൈൻ തീറ്റ. അപ്പോൾ ടോയുടെ വാല്യൂ എന്താണ്? ടോയുടെ വാല്യൂ 4.5 ഇൻറ്റു 10 raised to minus 2 ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ 0.25 ആണ്. 0.25 ഇൻറ്റു സൈൻ 30. സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 30 ഈസ് ഈക്വൽ ടു 1/2. ദെൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടുന്നത് 0.36 എന്ന് കിട്ടും. 0.36 ജൂൾ പെർ ടെസ്ല. ഇവിടെ ഒരു സംശയം തോന്നാം, ടോർക്കിൻ്റെ യൂണിറ്റ് എങ്ങനെ ജൂൾ വന്നു എന്ന് തോന്നാം. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് മീറ്റർ, ന്യൂട്ടൺ മീറ്റർ എന്നാണ് നമ്മൾ നോർമൽ പറയുമ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിനകത്ത് ജൂളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വന്നു. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? വർക്കിൻ്റെ ഇക്വേഷനോട് ഈക്വലാണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് മീറ്റർ. ഇതിന് തന്നെ പറഞ്ഞ മറ്റൊരു പേരാണ് ജൂള്. വർക്ക്, എനർജി, ടോർക്ക് ഇവയ്ക്കൊക്കെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ജൂളെന്ന് എഴുതിയാലും ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതിയാലും സെയിം ആണ്.